വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കുറച്ച് സയനിസ്റ്റുകളും അതുപോലെ തന്നെ സംഘികളും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുകയാണ്, ഇസ്രായേൽ യുദ്ധം നിർത്തിയിരിക്കുകയാണ്, ഇത് ഞങ്ങളുടെ ഒരു ദയ എന്നാണ് ഇവന്മാർ വിളിച്ചു പറയുന്നത്. അതൊക്കെ അങ്ങ് തറവാട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈജിപ്ത് ഒരു മധ്യസ്ഥത മുന്നോട്ട് വെച്ചിരുന്നു. ആ മധ്യസ്ഥത ആദ്യം അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല. ബൈഡനും ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു ഈ പ്രശ്നമൊന്ന് തീർക്കണം എന്ന്. അതും അംഗീകരിക്കാൻ നെതന്യാഹു തയ്യാറായിട്ടില്ല. നെതന്യാഹു പറഞ്ഞ ഒരൊറ്റ ഒരു കാര്യമേ ഉള്ളൂ, ഹമാസിനെ ഇല്ലാതാക്കാതെ ഇനി ഞങ്ങൾ കളം വിടില്ല എന്ന്. അങ്ങനെ പറഞ്ഞ നെതന്യാഹു പെട്ടെന്ന് എന്തുകൊണ്ടാണ് യുദ്ധം മാറ്റിവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെതന്യാഹുവിന്റെ നാട്ടിലെ നാട്ടുകാരും വീട്ടുകാരും അവിടെയുള്ള നേതാക്കന്മാരും കൃത്യമായി മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ്. അതായത് നെതന്യാഹു ഇനിയും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ആക്രമണങ്ങൾ പല മേഖലകളിൽ നിന്ന് നേരിടേണ്ടി വരുമെന്നുള്ള ഭയം തന്നെയാണ് ഇസ്രായേൽ പിന്നോട്ട് പോകാനുള്ള കാരണം. അതായത് ഇസ്രായേൽ വളരെ വ്യക്തമായി മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടേക്ക് നിർത്താം എന്നുള്ളതാണ്. അതായത് നമുക്കിനി യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി പറഞ്ഞു തരാം. അതായത് ആദ്യഘട്ടങ്ങളിൽ ഫലസ്തീനിൽ നിന്ന് അഥവാ ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പതിച്ചിരുന്നത് PVC പൈപ്പിനകത്ത് നൈട്രജൻ തിരികെ കയറ്റിയ അവരുടെ റോക്കറ്റുകളാണ്. എന്നാൽ രണ്ടാം ഘട്ടം, അതായത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഗസയിലെ ജനങ്ങൾ നേരിട്ടപ്പോൾ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടപ്പോൾ തിരിച്ച് കൃത്യമായ രീതിയിലുള്ള മറുപടി കൊടുക്കാൻ ഗസയിലെയും ലെബനനിലെയും അതുപോലെയുള്ള ചില സായുധ സംഘടനകൾ തയ്യാറായി എന്നുള്ളതാണ്. റോക്കറ്റുകൾക്ക് പകരം അവർ മിസൈൽ തൊടുത്തുവിടാൻ തുടങ്ങി. ഈ മിസൈൽ എന്ന് പറയുന്നത് നല്ല പ്രഹരശേഷിയുള്ള മിസൈലാണ് എന്ന് തന്നെയാണ് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. ഈ മിസൈൽ ഒരു കെട്ടിടത്തിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഇവരാദ്യം അയച്ചിരുന്ന ഈ റോക്കറ്റുകൾ അത് ഏതൊരു ഭാഗത്താണോ വീഴുന്നത്, അതായത് 300 നിലയുടെ ഒരു കെട്ടിടമാണ് എങ്കിൽ 250ാമത്തെ നിലയിലെ ഒരു റൂമിലേക്കാണ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലേക്കാണ് വീണത് എങ്കിൽ അവിടെ മാത്രമേ അതൊരു സ്ഫോടനമായി മാറുകയുള്ളൂ. അതായത് അവിടെ മാത്രമേ അതിൻ്റെ ഒരു ആഘാതം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ രണ്ടാമത് ഇവർ തൊടുത്തുവിട്ട മിസൈലുകൾ അതങ്ങനെയല്ല. ആ മിസൈൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ, അതായത് രണ്ടാമത് ഇവരയച്ച മിസൈൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ആ കെട്ടിടങ്ങൾ തന്നെ നാമാവശേഷമായി പോകുന്ന ഒരു വലിയ തിരിച്ചടി ഇസ്രായേൽ നേരിടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിന് തന്നെ തോന്നി. അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്ക പറഞ്ഞാൽ കേൾക്കുമോ? ഇസ്രായേൽ മറ്റുള്ള രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമോ? ഈജിപ്തിനെ പോലെയുള്ള രാജ്യങ്ങൾ വന്നിട്ട് തീർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ കേൾക്കുമോ? ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ട് കേൾക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിന് സംഭവം മനസ്സിലായി. പണ്ടൊക്കെ ഏകപക്ഷീയമായിരുന്നു, ഇസ്രായേൽ മാത്രമായിരുന്നു മുന്നേറിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അതല്ല കാര്യം. ഇസ്രായേലിന്റെ അയൺ ഡോം, ഞാനതിനെ വിളിക്കുന്നത് അയൺ ടോം ആൻഡ് ജെറി എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു വലിയ കോമഡിയായി മാറി എന്നുള്ളതാണ്. അയൺ ഡോമിനെ കൊണ്ട് ഈ മിസൈലുകളെയും ഈ റോക്കറ്റുകളെയും പരിപൂർണമായും തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല എങ്കിൽ അതിനേക്കാൾ വലിയ കോമഡി വേറെ എന്താണുള്ളത്? അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് അയൺ ഡോം അല്ല, അയൺ ടോം ആൻഡ് ജെറി എന്നുള്ളതാണ്. അങ്ങനെയാണ് വിളിക്കേണ്ടത്. എന്തായാലും ഇസ്രായേൽ യുദ്ധം നിർത്താനുള്ള കാരണം അവർക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ്. ലോകത്തിന് തോന്നിയാലൊന്നും ഇസ്രായേൽ സയനിസ്റ്റ്വാദികൾ യുദ്ധമൊന്നും നിർത്തുകയില്ല. അവർക്ക് വ്യക്തമായി മനസ്സിലാകാൻ തുടങ്ങി കാര്യങ്ങൾ അപകടത്തിലേക്ക് പോവുകയാണ്. പഴയതുപോലെയല്ല സാഹചര്യം. ഇപ്പോൾ ഇനിയും ആക്രമിച്ചു കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളൊക്കെ എതിർചേരിയിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് വിറപ്പിച്ചു കഴിഞ്ഞാൽ മുട്ടുകുത്തി നിൽക്കേണ്ടി വരും. സയനിസ്റ്റ്വാദികൾക്ക് മുട്ടുകുത്തി നിൽക്കുക എന്നുള്ളത് വല്ലാത്തൊരു മടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവര് തന്നെ ആ യുദ്ധത്തിന്റെ വാതിലുകൾ അങ്ങ് അടച്ചിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും തുറക്കാം. അതുകൊണ്ട് അവരെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റുകയില്ല. എന്തായാലും പിന്തിരിഞ്ഞോടിയതിന്റെ കാരണം ഇതാണ്. ഇവിടെ വിജയിച്ചിരിക്കുന്നത് ഫലസ്തീനിലെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ച ജനങ്ങൾ തന്നെയാണ്. മരിച്ചു വീഴുമ്പോഴും ഒരു രീതിയിലും ഭയപ്പെടാതെ ഇസ്രായേലിന്റെ സൈന്യത്തിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കാതെ, കല്ലാണെങ്കിൽ കല്ല്, ശരീരമാണെങ്കിൽ ശരീരം, ആ രീതിയിൽ
അവരെ പ്രതിരോധിക്കാൻ തയ്യാറായ ഫലസ്തീനിലെ വിപ്ലവ ധീരന്മാരായിട്ടുള്ള യോദ്ധാക്കൾക്ക് തന്നെയാണ് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.